ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5 വെള്ളിയാഴ്ചയാണ്. വാൾസ്ട്രീറ്റ് ഒരു മിക്സഡ് അവസ്ഥയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. പക്ഷേ ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. തുടർച്ചയായ 9 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം ഈ ആഴ്ച US മാർക്കറ്റുകൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. 2024 ഒരു ബിഗ്ഗസ്റ്റ് ഇലക്ഷൻ ഇയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം 50-ലേറെ രാജ്യങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട്. USA, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, മെക്സിക്കോ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ ഒരുപിടി രാജ്യങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ ലോകത്തിലെ പകുതിയോളം വരുന്ന എമർജിംഗ് മാർക്കറ്റുകൾ, ഏകദേശം 60% സാമ്പത്തിക ഉൽപ്പാദനവും എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്നാണ്. എന്നാൽ ഈ പല മാർക്കറ്റുകളിലും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ സമ്പദ് വ്യവസ്ഥയിലും ഭൗമരാഷ്ട്രീയ സ്ഥിരതയിലും കാര്യമായ സ്വാധീനം ചെലുത്തും. പല സ്ഥലങ്ങളിലും ഇലക്ഷൻ വിജയിക്കാനായി അവർ അമിതമായി പണം ചെലവഴിക്കുന്നു. ഇത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ നഷ്ടപ്പെടുത്തുകയും എക്കോണമിയിൽ വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്യും എന്നും പറയുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ നിന്ന് സർക്കാരിന് 550 ബില്യൺ മുതൽ 600 ബില്യൺ വരെ ലാഭവിഹിതം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഗവൺമെന്റിന്റെ ടാർഗറ്റായ 430 ബില്യണിലും കൂടുതലാണ്. കഴിഞ്ഞ വർഷം 595 ബില്യണാണ് ഡിവിഡൻഡായി ലഭിച്ചത്. എന്നിരുന്നാലും സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള ഓഹരി വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം 40% കുറയുകയും സർക്കാർ ലക്ഷ്യമായ 300 ബില്യണിൽ താഴെയുമായിട്ടാണ് ഈ കണക്ക് വന്നിരിക്കുന്നത്. ഓഹരി വിൽപ്പനയിലെ കുറവ് ഉയർന്ന നികുതി പിരിവ് നികത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് GDPയുടെ 5.9% എന്ന ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കാൻ സർക്കാരിനെ സഹായിക്കുന്നു. അറ്റ നികുതി വരുമാനം ലക്ഷ്യത്തേക്കാൾ 300 മുതൽ 400 ബില്യൺ രൂപ കവിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മൊത്തത്തിൽ ഓഹരി വിൽപ്പന കുറവ് ആശങ്കയുയർത്തുന്നുണ്ടെങ്കിലും ശക്തമായ ഡിവിഡൻഡ് ആദായവും ഉയർന്ന നികുതി വരുമാനവും ഇത് ലഘൂകരിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്തതായി, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ സ്റ്റോക്ക് റീഓർഗനൈസേഷനിൽ ജിയോ ഫൈനാൻഷ്യലിന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു. ആ വാർത്തയിലേക്ക്. ജിയോ ഫൈനാൻഷ്യലിനെ ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് മാറ്റി. ജിയോ ഫൈനാൻഷ്യലിന്റെ ശ്രദ്ധേയമായ വളർച്ചയും 67,000 കോടി വിപണി മൂല്യവുമാണ് ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് മാറ്റാൻ കാരണം. AMFI ലാർജ് ക്യാപ് മിഡ് ക്യാപ് വിഭാഗങ്ങൾക്കുള്ള പരിധിയും ഉയർത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ മൊത്തത്തിലുള്ള വികാസത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഉയർന്ന വിപണി മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ മിഡ് ക്യാപ് ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പവർ ഫിനാൻസ് കോർപ്പറേഷൻ, IRFC, മാക്രോടെക് ഡെവലപ്പേഴ്സ്, പോളിക്യാപ് ഇന്ത്യ, REC, ശ്രീരാം ഫിനാൻസ്, യൂണിയൻ ബാങ്ക്, IOB എന്നിവയാണ് മിഡ് ക്യാപ്പിൽ നിന്ന് ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് AMFI മാറ്റിയ സ്റ്റോക്കുകൾ. ഇനി സ്മോൾ ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പിലേക്ക് മാറ്റിയ സ്റ്റോക്കുകളിലേക്ക് വരാം. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, സുസ്ലോൺ എനർജി, ലോയ്ഡ് മെറ്റൽസ്, SJVN, കല്യാൺ ജ്വല്ലേഴ്സ്, KEI ഇൻഡസ്ട്രീസ്, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, നിപ്പോൺ ലൈഫ്, അജന്ത ഫാർമ, ഗ്ലെൻമാർക്ക് ഫാർമ, നാരായണ ഹൃദയാലയ എന്നീ കമ്പനികളാണ്. ഈ കമ്പനികൾക്കെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്കാണ്. 21,658.66% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 21,650 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഗ്ലോബൽ സ്യൂസ് ഒക്കെ രാവിലെ നെഗറ്റീവായിരുന്നു. എന്നിട്ട് പോലും നിഫ്റ്റിയിൽ നല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. മാത്രമല്ല ക്ലോസ് ചെയ്തതും നല്ല പോസിറ്റിവിറ്റിയോടുകൂടി തന്നെയാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് 21,850 അപ്സൈഡിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള സോൺ തന്നെയാണ്. ആ സോൺ മറികടക്കാൻ സാധിച്ചാൽ നിഫ്റ്റി 22,000 എന്ന ഇമ്പോർട്ടൻറ്റ് ലെവലിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 21,500 തന്നെയാണ് ക്രൂഷ്യൽ ലെവലായി കാണുന്നത്. ആവറേജ് വോളിയത്തേക്കാൾ കൂടുതൽ വോളിയത്തിലായിരുന്നു ഇന്നലെ ട്രേഡ് ചെയ്ത്. അതും പോസിറ്റീവ്നെസ് തന്നെയാണ്. ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ് ഇന്നലെ നിഫ്റ്റിയിൽ കണ്ടത്. ചെറിയ അപ്പർ ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റിയിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് വരാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ് നോക്കുന്നത്. 21,650 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം 21,900 സ്ട്രൈക്കിലും അതിനുശേഷം 21,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,650 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്.
അതിനുശേഷം 21,600 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരമുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കാം. ആദ്യം 21,600 മുതൽ 21,500 വരെയാണ് ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുള്ളത്. അപ്പ് സൈഡിൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 21,700 മുതൽ 21,900 വരെയുള്ള സോണാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 21,650 3074% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതായത് നല്ല ഒരു ലോങ് ബിൽഡപ്പാണ് അവിടെയുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 557% വർധനമാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് കോൾ സൈഡിൽ കാണുന്നത്. 21,600 സ്ട്രൈക്കിൽ 524% വർധനമുണ്ട്. ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 37% ഇടിവാണുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിലുള്ളത്. 21,700 സ്ട്രൈക്കിൽ 120% വർധനമുണ്ട്. ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 17% മാത്രം വർധനവാണ് അവിടെ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 3 സ്ട്രൈക്കും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പുട്ട് സൈഡ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തി ആർജിച്ച് തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റി 48,195 1% മുകളിൽ പോസിറ്റീവായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ 20-യുടെ മൂവിംഗ് ആവറേജ് ഉള്ളത് 47,920 എന്ന റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 48,000 താഴെ ഡൗൺ ആവാതെ ക്ലോസ് ചെയ്തു എന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ്നെസ് തന്നെയാണ്. മാത്രമല്ല കൂടുതൽ ഉയരങ്ങളിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനും ഇതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട്. 48,000 കഴിഞ്ഞാൽ ഡൗൺ സൈഡിൽ 47,700 ഒരു ക്രൂഷ്യൽ ലെവലാവാൻ സാധ്യതയുണ്ട്. അപ്പ് സൈഡിൽ 49,000 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ആണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. 50,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 49,000-ഉം അതിനുശേഷം 48,000-ഉമാണ്. പുട്ട് സൈഡിൽ 48,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സ് വീണ്ടും ഇടിയുകയുണ്ടായി. 5.4% ഇടിഞ്ഞത്. 13.33 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് ഉള്ളത്. തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം ബജാജ് ഓട്ടോ ആണ്. കമ്പനി 2024-ലെ ഇലക്ട്രിക് സ്കൂട്ടറായ ചേതകിൻ്റെ ലോഞ്ച് പ്രഖ്യാപിച്ചു. ഇലക്ട്രിക് സ്കൂട്ടർ 2 വേരിയൻറ്റിലാണ് ലഭിക്കുക. അർബൺ, പ്രീമിയം എന്നീ റേഞ്ചുകളിലാണ്. 1,15,000-ഉം 1,35,000 രൂപയാണ് വില തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തത് ഗ്രാസിം ഇൻഡസ്ട്രീസ്. റൈറ്റ് ഇഷ്യൂയിലൂടെ ഗ്രാസിം ഇൻഡസ്ട്രീസ് 3,999.80 കോടി രൂപ വരെ സമാഹരിക്കാൻ തീരുമാനിച്ചു. ഓഹരി വില 1,812 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് RBL ബാങ്കാണ്. മൊത്തത്തിലുള്ള നിക്ഷേപങ്ങൾ വർഷം തോറും 13% ഉയർന്ന് 92,743 കോടി രൂപയിലെത്തി. റീറ്റെയിൽ SLR നിക്ഷേപങ്ങൾ 16% വളർച്ചയോടെ 41,209 കോടി രൂപയിലെത്തി. മൊത്തം വായ്പകൾ വർഷം തോറും 20% വർദ്ധിച്ച് 81,870 കോടി രൂപയുമായി. നല്ല ഒരു റിസൾട്ട് തന്നെയാണ് RBL ബാങ്കിനെ സംബന്ധിച്ചത്. അടുത്തത് ജമ്മു കാശ്മീർ ബാങ്ക്. ഡിസംബർ 31 വരെ പ്രൊവിഷണൽ ടോട്ടൽ ഡെപ്പോസിറ്റുകൾ 9% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചുവെന്ന് കമ്പനി പറയുന്നു. മാത്രമല്ല പ്രൊവിഷണൽ ഗ്രോസ് അഡ്വാൻസ് 14.13% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു എന്നും കമ്പനി അറിയിക്കുകയുണ്ടായി. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 2024 ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ മൊത്തം വായ്പാ പോർട്ട്ഫോളിയോയിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് 30.8% ഇയർ ഓൺ ഇയറിൽ വളർച്ച രേഖപ്പെടുത്തി. 10.2% ക്വാർട്ടർ ടു ക്വാർട്ടറിൽ വളർച്ച രേഖപ്പെടുത്തി. 16,408 കോടി രൂപയിൽ എത്തി നിൽക്കുന്നു. മൊത്തം നിക്ഷേപം വർഷം തോറും 17.6% വളർച്ച കാണിച്ചു എന്നും കമ്പനി പറയുന്നു. അടുത്തത് ലൂപ്പിൻ. ജനറിക് ക്യൂട്ടേൺ ടാബ്ലറ്റുകൾക്ക് US FDA-യിൽ നിന്നും താൽക്കാലിക അനുമതി ലഭിച്ചിരിക്കുന്നു. ഈ ഉൽപ്പന്നം ഇന്ത്യയിലെ ലൂപ്പിൻ പിതാപൂർ യൂണിറ്റിലായിരിക്കും കമ്പനി നിർമ്മിക്കുക. മറ്റൊരു കമ്പനി യെസ് ബാങ്ക് ആണ്. Q3 ഫലങ്ങൾ പരിഗണിക്കുന്നതിനായി 2024 ജനുവരി 27-ന് ബോർഡ് യോഗം ചേരും. ഭാരത് ഇലക്ട്രോണിക്സ് Q3 ഫലങ്ങൾ പരിഗണിക്കുന്നതിനായിട്ട് ജനുവരി 29-നാണ് ബോർഡ് യോഗം ചേരുന്നത്. ലാഭവിഹിതം പരിഗണിക്കുന്നുണ്ട്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ബൽറാംപൂർ ചിനി മിൽസ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഡെൽറ്റ കോർപ്പ്, എസ്കോട്ട്സ്, GNFC, ഹിൻകോപ്പർ, IEX, ഇന്ത്യ സിമെന്റ്, നാഷണൽ അലുമിനിയം, സീൽ എന്നീ കമ്പനികളാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത്.
മറ്റൊരു കാര്യം പറയാനുള്ളത്, രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുക. ഇന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമോ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ, സ്റ്റോക്ക്, F&O സ്റ്റോക്കുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, സ്വിംഗ് സ്റ്റോക്കുകൾ സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ വ്യൂസ് മാത്രമാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ വ്യൂസ് ആണ്. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ആദ്യം ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത 2 സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളിലേക്ക് ആദ്യം വരാം. ആദ്യം NTPC 310 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 314.2 എന്ന നിലയിൽ, ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 320 ആയിരുന്നു. നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ, F&O സ്റ്റോക്കിൽ ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ പവർ ആയിരുന്നു. 330 CE ആയിരുന്നു പറഞ്ഞത്. 333.5 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 340 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഡിസംബർ 1 നമ്മൾ പറഞ്ഞ HIL ആയിരുന്നു. 2850 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 2857 എന്ന നിലയിൽ, ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 2910 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് 2918 വരെയാണ് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് HIL നമുക്ക് ലഭിച്ചത്. അടുത്തത് നല്ല പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റിന് അരികിലേക്കും എത്തിയ മറ്റൊരു ഇൻട്രാഡേ സ്റ്റോക്കായിരുന്നു PFC. 400 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 403.9 എന്ന നിലയിൽ 409 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. മറ്റൊരു നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നവീൻ ഫ്ലോറിൻ ആയിരുന്നു. 3850 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 3804, 3779 വരെ സ്റ്റോക്ക് ഡൗൺ ആയി. നല്ല പ്രോഫിറ്റിലേക്കാണ് നവീൻ ഫ്ലോറിൻ പോയത്. അടുത്തതായി ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകളിലേക്കാണ്. ടെക്കം 1240 PE, എൻട്രി എടുക്കുന്ന 1239 സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. ബാങ്ക് ഓഫ് ബറോഡ 235 CE 238.3 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. പവർ ഗ്രിഡ് 240 CE 242 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്കും ഇപ്പോൾ ഹോൾഡിങ്ങിൽ തന്നെയാണ്. സ്വിംഗ് സെഗ്മെൻറ്റിൽ നല്ല പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ച ഒരു സ്റ്റോക്കായിരുന്നു ഏഞ്ചൽ വൺ. 3607 എന്ന നിലയിൽ നമ്മൾ എൻട്രി എടുത്തു. 3750 വരെ നമുക്ക് സ്റ്റോക്കിൽ അപ്സൈഡ് ലഭിച്ചു. 3745 ആയിരുന്നു നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 3.96% സ്റ്റോക്ക് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത്. അടുത്തത് ഇന്ത്യൻ ബാങ്ക്. ഡിസംബർ 21 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 407 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൽ 434 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 6.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്നലത്തെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത സ്റ്റോക്കുകളുടെ അപ്ഡേറ്റ് ആണ് ഇവിടെ കൊടുത്ത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1513 കോടി രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ DIS ഇന്നലെ 1387 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. FIS ബൈയിങ് മോഡിലാണ് എന്നത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു US മാർക്കറ്റിലേക്ക്. 9 ആഴ്ചത്തെ വിന്നിംഗ് സ്ട്രീക്കിന് അങ്ങനെ US അവസാനമാവുകയാണ്. ഈ ആഴ്ച ഇപ്പോൾ മാർക്കറ്റുകൾ ഡൗണിൽ തന്നെയാണ്. നാസ്ഡാക്ക് ഈ ആഴ്ച 3.3% ഇടിഞ്ഞത്. S&P 500നെ സംബന്ധിച്ച് 2015 ശേഷമുള്ള ഒരു വേഴ്സ്റ്റ് സ്റ്റാർട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ US നിന്നും US ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ പുറത്തു വന്നു. US ജോബ്ലെസ് ക്ലെയിംസ് 2 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇതുകൂടാതെ US പ്രൈവറ്റ് പേറോൾ ഡിസംബർ മാസം ഉയർന്നിട്ടുമുണ്ട്. ഇനി ക്ലോസ് ചെയ്ത US മാർക്കറ്റിലേക്ക് വന്നാൽ ഡൗ ജോൺസ് 0.09% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. നാസ്ഡാക്ക് 0.31% ഇടിഞ്ഞു. S&P 500 0.09% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. മാത്രമല്ല US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4 ഉയർന്നിട്ടുണ്ട്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് നോക്കാം. ഡൗ ജോൺസ് 0.15% നേട്ടത്തിലും, S&P 500 0.13% ഉയർന്നും, നാസ്ഡാക്ക് 0.13% ഉയർന്നും, റസൽ 2000 0.04% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും മെഗാ ക്യാപ് സ്റ്റോക്കുകൾ തന്നെയാണ് അവിടെ ഇടിഞ്ഞത്. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.21% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ആക്സിസ് ബാങ്ക് 1.97% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. HDFC ബാങ്ക് 0.55% ഉയർന്നും ക്ലോസ് ചെയ്തു. വിപ്രോ 0.09% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. ഇൻഫോസിസ് 0.22% ഉയർന്നും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റുകൾ
2 ദിവസത്തെ ഇടിവിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. UK മാർക്കറ്റ് FTSE 0.53% നേട്ടത്തിൽ, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.52% നേട്ടത്തിലും, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.48% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്ത്. സ്റ്റോക്സ് 600 0.7% ഇന്നലെ ഉയർന്നത്. ബാങ്കിംഗ് സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കിയപ്പോൾ ടെക് സ്റ്റോക്കുകളാണ് ഇന്നലെ അവിടെ ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നോക്കാം. ഡാക്സ് ഇപ്പോൾ 0.06% ഇടിവിലും, CAC 0.06% നഷ്ടത്തിലും, FTSE 0.05% നഷ്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ന്യൂ ഇയറിന് ശേഷമുള്ള 2 സെഷനുകളും നഷ്ടത്തിലായിരുന്നു ഏഷ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത്. ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പുറത്തു വരാനുള്ള എക്കണോമിക് ഡാറ്റകൾ, തായ്ലാൻഡിൽ നിന്നും ഫിലിപ്പൈൻസിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റകൾ പുറത്തു വരാനുണ്ട്. റീറ്റെയിൽ സെയിൽസ് ഡാറ്റ സിംഗപ്പൂരിൽ നിന്നും വരാനുണ്ട്. ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ആദ്യം ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.39% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.16% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.02% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.04% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി 21,772 ഇപ്പോൾ ഉള്ളത്. ഒരു 0.03% ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 15 മുതൽ 25 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ നമുക്കിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ മാർക്കറ്റ് പൊതുവിൽ സ്ട്രോങ് ആയത് നമുക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടും നൽകിയേക്കാം. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഓയിൽ പ്രൈസുകൾ തുടക്കത്തിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും കുറഞ്ഞ ഇന്ധന ആവശ്യകതയും US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേറ്റീവിൽ നിന്നുള്ള ഡാറ്റയിലെ വലിയ ഇൻവെന്ററി വർധനവും ഓയിൽ പ്രൈസുകളെ ബാധിച്ചു. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇപ്പോഴുള്ളത് $77.76 പെർ ബാരൽ എന്ന നിലയിൽ 0.05% നേട്ടത്തിലാണ്. WTI ഉള്ളത് $72.48 പെർ ബാരൽ എന്ന നിലയിൽ 0.39% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തതാണ്. മാത്രമല്ല മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.